ACC പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണണം. കാരണം ഇത് നിങ്ങളുടെ സമയവും പണവും ഒരുപാട് ലാഭിക്കാൻ നിങ്ങളെ സഹായിക്കും. അതുകൂടാതെ നിങ്ങളുടെ ACCA ജേർണി സ്മൂത്തായും സ്മാർട്ടായും പൂർത്തിയാക്കാനും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ശരിക്കും എന്താണ് ACCA? ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ACCA ഒരു ഡിഗ്രി അല്ല, അതൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബിസിനസ് ആൻഡ് ഫൈനാൻസ് ക്വാളിഫിക്കേഷനുകളിൽ ഒന്നാണ് ACCA. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു പ്രൊഫഷണൽ മൈൻഡ് സെറ്റോട് കൂടി വേണം സമീപിക്കാൻ. ഇതിന് നിങ്ങളുടെ സമയവും കമ്മിറ്റ്മെന്റും ആവശ്യമാണ്. ഇനി ACCA എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഇന്ത്യയിൽ 10th കഴിഞ്ഞ ഉടനെ തന്നെ ACCA സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി +2, ഡിഗ്രി അല്ലെങ്കിൽ CA കഴിഞ്ഞിട്ടും ACCA തുടങ്ങാം. നോർമലി ACCA തുടങ്ങാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് +2 കഴിഞ്ഞ ഉടനെ തന്നെയാണ്. ഇനി +2 കഴിഞ്ഞ ഉടനെ നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഡിഗ്രിക്ക് മുമ്പോ അതിനോടൊപ്പമോ അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷമോ ACCA ചെയ്യാവുന്നതാണ്. ACCA വളരെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ ജോലിയോടൊപ്പം നമുക്ക് ഈ ഒരു കോഴ്സ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ശരിയായ സമയത്ത് ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക. നെക്സ്റ്റ്, ഫൗണ്ടേഷൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ACCയിൽ ടോട്ടൽ 13 പേപ്പേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ഓരോ ലെവലും അടുത്ത ലെവലിന്റെ ഫൗണ്ടേഷൻ ആണ്. അതുകൊണ്ട് കോൺസെപ്റ്റുകൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാകണം. ഇന്ത്യയിൽ പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും BCom കഴിഞ്ഞു വരുന്ന വിദ്യാർത്ഥികൾക്ക് 5 പേപ്പർ വരെയൊക്കെ എക്സംഷൻ ലഭിക്കാറുണ്ട്. അതായത് ഈ ഒരു 13 പേപ്പേഴ്സും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. എക്സംഷൻ ലഭിക്കാത്ത പേപ്പേഴ്സ് മാത്രം പഠിച്ചാൽ മതി. എക്സംഷൻ ലഭിച്ചു എന്ന് കരുതി നിങ്ങൾ നേരിട്ട് സ്കിൽ ലെവലിലേക്ക് പോകരുത്. കാരണം ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ്, മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് പോലുള്ള സബ്ജക്റ്റുകളുടെ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ്. മറ്റൊരു പ്രധാന കാരണം ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ സാധാരണയായി പെൻ പേപ്പർ മോഡലിലുള്ള എക്സാംസ് ആണ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ACCയിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണ്. ഇവിടെ നിങ്ങളുടെ മെമ്മറി അല്ല, പഠിച്ച കോൺസെപ്റ്റുകൾ എത്രത്തോളം പ്രാക്ടിക്കലായി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു ട്രാൻസിഷൻ കറക്റ്റായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നെക്സ്റ്റ്, ചൂസ് ദ റൈറ്റ് ലേണിംഗ് മോഡ്. ഇന്ന് ക്ലാസ് റൂം, ഫുള്ളി ഓൺലൈൻ, ഹൈബ്രിഡ്, സെൽഫ് പേസ്ഡ് എന്നിങ്ങനെ പലതരം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈലിനും ക്വാളിറ്റിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള ലേണിംഗ് മോഡ് തിരഞ്ഞെടുക്കുക. നെക്സ്റ്റ്, നോ യുവർ കമ്മിറ്റ്മെന്റ്സ്. ACC പരീക്ഷകൾ ക്വാർട്ടർലിയും ഓൺലൈനുമാണ്. നിങ്ങൾക്ക് ഒരു സമയം ഒരു പേപ്പർ എഴുതാം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേപ്പേഴ്സ് എഴുതാം. ഇത് വളരെ ഫ്ലെക്സിബിൾ ആണെങ്കിലും എക്സാംസ് മാറ്റിവെക്കുന്നത് നിങ്ങളുടെ ACCA ജേർണി നീണ്ടുപോകാൻ കാരണമാകും. അതുകൊണ്ട് കൃത്യമായ ഒരു പ്ലാനോട് കൂടി ഓരോ എക്സാംസും അറ്റൻഡ് ചെയ്യുക. ഒരു ക്ലിയർ ടൈം ലൈൻ നൽകാനും പരീക്ഷകളിൽ കൃത്യസമയത്ത് എഴുതാൻ സഹായിക്കാനും പ്ലാനുകൾ അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ നിങ്ങളെ സഹായിക്കുന്ന ഒരു മെന്റർ നിങ്ങൾക്കുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, ഡോണ്ട് ഇഗ്നോർ ദ എൻഡ് ഗോൾ. ACC പഠിക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു ജോലി നേടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിന് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ACCയുടെ എംപ്ലോയർ നെറ്റ്വർക്കിൽ നിന്നുള്ള തൊഴിലവസരങ്ങൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ജോലിക്ക് ആവശ്യമായിട്ടുള്ള കഴിവുകൾ നേടാൻ സഹായിക്കുന്ന ക്യാമ്പസ് ടു കോർപ്പറേറ്റ് പ്രോഗ്രാമുകളിൽ മാക്സിമം പങ്കെടുക്കുക. ഇത്തരം പ്രോഗ്രാമുകളിലൂടെ സോഫ്റ്റ് സ്കിൽസ്, ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ ബിൽഡിംഗ്, ഇന്റർവ്യൂ പ്രിപ്പറേഷൻ, സാലറി എക്സ്പെക്ടേഷൻസ് എന്നിവയിൽ നിങ്ങൾക്ക് പരിശീലനം ലഭിക്കും. ഇവ മനസ്സിൽ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ACCA ജേർണി എളുപ്പത്തിൽ പൂർത്തിയാക്കാനും നല്ലൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത്.